ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് കൂടുതലായിട്ടും ഈ ഒരു റീഡിങ്ങിൽ വരുന്ന എനർജീസ് ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഒരു എനർജിയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ചൈൽഡ്ഹുഡിൽ മുതൽ, അതായത് ബാല്യകാലങ്ങളിൽ മുതൽ അറിയുന്ന വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഫ്രണ്ട്സ് ആയിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിച്ചിരുന്നവരായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും മുന്നമേ ഒരു പരിചയമുണ്ടായിരുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തികൾ തന്നെയായിരുന്നു. അതിനുശേഷം നിങ്ങളൊരു എന്താ പറയാ, എവിടെയൊക്കെയോ എപ്പോഴോ വെച്ച്, അത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഊഹമൊന്നുമില്ല, എങ്ങനെയൊക്കെയോ നിങ്ങൾ ഈ ഒരു കമ്മിറ്റ്മെന്റ്സിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു നിങ്ങൾ കമ്മിറ്റ്മെന്റ്സിലേക്ക് വന്നത് തന്നെ ഒരേപോലെ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ഒരേപോലെ നിങ്ങൾ വിഷമിച്ചിരുന്ന, നിങ്ങൾ ഒരേപോലെ ഫേസ് ചെയ്തിരുന്ന എന്തൊക്കെയോ ട്രോമകള്, വിഷമങ്ങള്, വേദനകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു വേദനകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പൊ എന്നെ പോലെ തന്നെ ഫീലിങ്സ് ഉള്ള, എന്നെ പോലെ തന്നെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഉണ്ടല്ലോ, അപ്പം എനിക്കുള്ള ഒരു വേദന ഈ വ്യക്തിക്ക് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ പരസ്പരം അതൊക്കെ ഷെയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത്തരത്തില് ഒരേപോലത്തെ ഫീലിങ്സുകൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പതിയെ പതിയെ ഒരു ഫ്രണ്ട് എന്നതിനപ്പുറം ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും നിങ്ങളുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നിങ്ങൾക്കും അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവര് എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്കിനി ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് യാതൊരു ഒരു വഴിയുമില്ല എന്നുള്ള രീതിയിൽ, കാരണം അവർക്ക് മറുവശത്ത് ഒരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അതൊക്കെ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു വശത്ത് ഫാമിലിയും കുട്ടികളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി തുടരാനായിട്ട് സാധിക്കില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കില്ല, ഈ ഒരു കെയറിങ്ങോ സ്നേഹമോ ഒന്നും നിങ്ങളുടേതായ ഒരു ടൈം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സെപ്പറേഷനിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവർ പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അവര് അങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് പോയി, ആ ഒരു സെപ്പറേഷനിൽ പോയതിന് ശേഷം ആ ഒരു ടൈമിൽ നിങ്ങളും അതുപോലെ നിങ്ങളുടെ പേഴ്സണും വളരെയധികം വിഷമിക്കുന്നതായിട്ടും ഒറ്റപ്പെട്ടു പോയതുപോലെ ഒക്കെ തോന്നുന്നു. നിങ്ങൾക്ക് വളരെയധികം ഒരു മനസ്സിന്റെ ഉള്ളിൽ
എപ്പോഴും ഒരു വിങ്ങലാണ്. ആ ഒരു പേഴ്സണെ കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രകാശവുമായി കടന്നു വന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ അവർക്കും അങ്ങനെ തന്നെയാണ്. അവരുടെ ലൈഫിലേക്ക് ഒരു പ്രകാശവുമായി ഒരു സന്തോഷവുമായി കടന്നു വന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളെ നഷ്ടമായ സമയത്ത് ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ടു പോയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഫീലിങ്സ് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഒത്തിരി ലോങ് ആയിട്ടുണ്ടാകാം. 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ടുള്ള വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ആ ഒരു സെപ്പറേഷൻ ഫസ്റ്റ് നിങ്ങൾക്ക് തമ്മിലൊരു അകൽച്ച ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വന്നത്, ആ സമയത്ത് നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിരുന്നോ അതേ സെയിം ഇതിൽ ഈ ഒരു സമയത്തും നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൊക്കെ നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ, സന്തോഷമായിട്ടിരിക്കുന്ന പോലെ, ഒത്തിരി സ്നേഹത്തോടെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെ നിങ്ങൾ കാണുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അപ്പോൾ ഇവർ ഒരു ഫേക്കായ രീതിയിലാണല്ലോ എൻ്റെ അടുത്ത് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണല്ലോ ഇവർ എന്നോട് ചേർന്ന് നിന്നത്. ഇന്ന് ഇവര് ഈ ഒരു സമയത്ത് മറ്റൊരു സിറ്റുവേഷനിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും, ഞാൻ മാത്രമാണ് റിയൽ ആയിട്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചതുള്ളൂ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹമുണ്ട്. അവര് ഒരു പലപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, ആ ഒരു നിങ്ങളോടുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഒക്കെ അവർ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നിങ്ങളെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. പക്ഷെ അവരുടെ സിറ്റുവേഷനിൽ അവർക്ക് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം, നിങ്ങളെ പിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. എപ്പോഴെങ്കിലും അവർക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി അവരുടെ ഒരു ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു മിനിറ്റ് നേരമെങ്കിലും കുറച്ച് ചാൻസ് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും തന്നെ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പോഴും അവർക്ക് നിങ്ങളുടെ ഒരു ചിന്തയുണ്ട്. അവരുടെ പിറകിലായിട്ട് നിങ്ങളെ അവർ നിർത്തിയിരിക്കുകയാണ്. അവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും ഓൾവേസ് നിങ്ങൾ അവരുടെ കൂടെ ഉള്ളതുപോലെയാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ അവരെ സെപ്പറേറ്റഡ് ആക്കി വിട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് ഈ വ്യക്തി പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ളവരും വളരെയധികം ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒന്ന് ജസ്റ്റ് അവർ ഫ്രീ ആവുന്ന ടൈമിൽ പോലും, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പോലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്കുള്ളത്. അത്രയും ഒരു കൺട്രോളിങ് സിറ്റുവേഷനിൽ, അത്രയും ഒരു വളരെ ഞെങ്ങിഞ്ഞെരുങ്ങിയ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓൾവേസ് നിങ്ങളെക്കുറിച്ച് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം നിങ്ങളെ, ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ട് ഇനി ഒരിക്കലും ഒരു റീയൂണിയനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആകില്ല എന്ന് തന്നെ അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, ഈ ഒരു പേഴ്സൺ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും നിങ്ങളൊരു സെലിബ്രേഷൻ നടത്തി എന്ന് മാത്രമാണ്. അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, പുതിയൊരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളും ഹാപ്പിനെസ്സും എല്ലാം, കെയറിങ് എല്ലാം അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സ്നേഹം നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടി എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ആ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു സന്തോഷം, ആ ഒരു ആത്മസംതൃപ്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് അവർ ഇതിൽ പിടിച്ചു നിന്നത്. അവർക്കും വളരെയധികം നിങ്ങളോട് വളരെ സ്നേഹമുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് ഇനി ഇത് നടക്കുമോ എന്ന്, ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നേരെയായി വരുമോ, നിങ്ങൾ തമ്മിൽ പരസ്പരം കാണുമോ എന്ന് കൂടി ഇവർക്കറിയില്ല. എങ്കിലും അവര് വെറുതെ ഇങ്ങനെ വെറുതെ ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. അവര് നിങ്ങളിലേക്ക് വരണം, ഒരുമിച്ച് ചേരണം എന്ന രീതിയിൽ അവര് വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ വരണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് മാത്രമാണ് നമുക്കിവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തരുന്നത്.
അതായത് പോസിറ്റീവ് കാർഡായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഇതൊരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ രണ്ടുപേരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയി, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കാൻ കൂടി കഴിയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആ സ്വരം ഒന്ന് കേട്ടാൽ മതി എന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കേണ്ട, ജസ്റ്റ് സുഖമാണ് അല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി, ആ ശബ്ദം ഒന്ന് കേട്ടാൽ മതി, ആ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അത് നടക്കില്ല എന്നാണ് നിങ്ങളും അതുപോലെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിവിടെ ഒരു ആക്ഷൻ കാർഡ് വരുന്നുണ്ട്, ഒരു പോസിറ്റീവായ ഒരു കാർഡ് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്, കാണാന്, നിങ്ങൾക്കൊരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തി നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇവിടെ ക്രിയേറ്റ് ആകുന്നു എന്നാണ്. അങ്ങനെ ഒരു ചാൻസ് ക്രിയേറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ. ഇവിടെ ഒരു ആക്ഷൻ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അവര് ഒരു ആക്ഷൻ എടുത്ത് അവർക്ക് ഇനി നിങ്ങളെ ഒന്ന് കാണാതിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സമയമാണ് ഇപ്പോഴവർക്ക്. അത്രയും അവർ പിടിച്ചു നിന്നു. ചിലപ്പോൾ ഇത് 2 years 4 years വരെ ഗ്യാപ്പ് വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഡിസ്റ്റൻസിൽ വരെ പോയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് ആളുകൾക്ക് നമുക്ക് ഇവിടെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ കാണാനായിട്ട് എയർ ട്രാവൽ ചെയ്തു വരുന്നു എന്നുള്ളത്. അതായത് രാജ്യത്തിന് വെളിയിലുള്ള ആളുകളാണെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കുമല്ലോ അവർ വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ എബ്രോഡുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം തയ്യാറായി നിൽക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ 2 കാർഡുകൾ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് എനർജീസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇടാം സോൾ മെസ്സേജ്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെയധികം വിലപ്പെട്ട ദിവസങ്ങളായിരുന്നു അല്ലെങ്കിൽ നിമിഷങ്ങളായിരുന്നു എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യുന്നു. ഇത്രയും നാളും അവരുടെ ബ്രെയിൻ പറയുന്ന കാര്യങ്ങളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അതായത് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കും. ഓക്കെ, ഞാനായിട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഒന്ന് സെക്യൂർ ആയിട്ട്, എൻ്റെ ഫാമിലിയെ സെക്യൂർ ആയിട്ട് ഞാൻ നിർത്തണം, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കർത്തവ്യം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ അത് മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ വ്യക്തി ഇത്രയും നാളെ പിടിച്ചു നിന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ഇപ്പോൾ അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് അവരുടെ ഒരു ഹാർട്ട്, അവരുടെ മനസ്സ് പറയുകയാണ്, ആ ഒരു വ്യക്തിയെ കാണണം, സംസാരിക്കണം, അവരില്ലാന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരവര് ഹൃദയം പറയുന്നത് കേൾക്കുന്നത്. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുകയാണ്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ ഒന്നിനും കഴിയുന്നുണ്ടാവില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു വിൽ പവർ ഒക്കെ വരുത്തിക്കൊണ്ട് അത് അവരുടെ ക്യാരക്ടറിൽ നിന്നൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവരൊരിക്കലും അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ നിങ്ങൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഒരിക്കലും അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അവർ വളരെ ഹാപ്പിയാണ്, എന്നിട്ടും അവർ എന്നെ ഇട്ടിട്ട് പോയി എന്ന രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ലവ് മീ. ഓക്കെ, അവർ അത്രയ്ക്ക് വരെ ചിന്തിക്കുന്നുണ്ട്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ, കാരണം നീ എന്നെ സ്നേഹിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്.
മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം ഒരിക്കലും ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നീയാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 1 month എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ ഫുട്ബോൾ നമുക്ക് വരുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ലോങ് നെയിൽ. ഓക്കെ, ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്ന ഒരു വർഷം വരുന്നുണ്ട്. 1985 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഗോൾഡൻ കളർ കാണുന്നുണ്ടായിരിക്കാം. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെസ് കളിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ എഫ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. യെല്ലോ കളർ, ബ്ലൂ കളർ. 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഐ, ലെറ്റർ കെ, റൈഡിങ്. ഓക്കെ, റൈഡിങ്ങിന് താല്പര്യമുള്ള ആളുകളായിരിക്കാം. 1988 ട്രൂ ലവ്. ഇതൊരു സത്യസന്ധമായ സ്നേഹമാണ് എന്നാണ് കിട്ടുന്നത്. ബ്രൗൺ കളർ. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 29 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, ഓറഞ്ച് കളർ. തിരുവനന്തപുരം ജില്ല. 1982 ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.